ഇതെന്താണ് നിങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നത്? വണ്ടി ഉണ്ട്. പറഞ്ഞേ വണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. വണ്ടി ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കണം. ഞാൻ പറയാം ഇതിന്റെ ഇപ്പുറത്തും കൂടെ മറ്റേ ഇതുപോലെ ഇത് കെട്ടി വെച്ചെങ്കിൽ നന്നായിട്ട് ഉരുണ്ട് പോകാനായിരുന്നു. അവിയലിനെ അറിയാൻ തുടങ്ങിയാണ്. അപ്പാണ് അവൻ പറഞ്ഞത് സാമ്പാറിന് പുരിയൊക്കെ കട്ടിയാന്ന് പോയപ്പോ പറഞ്ഞു കളർ കോമ്പിനേഷൻ കൊള്ളാം അല്ലേ. ഞാൻ നേഴ്സറി കുട്ടികളെയാണ് അടുക്കളയിലേക്ക് വിട്ടത്. അല്ല നേഴ്സറി കുട്ടികളെയാണ് അടുക്കളയിൽ നിർത്തിയിട്ട് പോകുന്നത്. ഞാൻ വണ്ടി വണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്താ സംസാരിച്ചിരുന്നേ? നിങ്ങളോട് ആരാ പറഞ്ഞ ഇങ്ങോട്ട് വരെ? അടുക്കളയിൽ നിർത്തിയിട്ട് അതൊക്കെ ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ അല്ല ചേച്ചി എന്താണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അടുക്കളയിൽ നിന്നും എന്തോന്ന് ചെയ്യണമെന്ന് പറയണേ. എന്തോ കുഴപ്പം, നിങ്ങൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തിട്ടുണ്ട്. നീ ഗൾഫിലേക്കുമ്പോ അടുക്കള കയറിയിട്ടില്ലേ? പിന്നെ ബാലു പാചകത്തിൽ വിദഗ്ധനാണ് അല്ലേ ബാലു? നളപാചകം ഏത്? അപ്പൊ ചെല്ലി അടുക്കളയിലേക്ക് ചെല്ലി. അടുക്കള പോയിട്ട് എന്തിനാ? അടുക്കള പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ പച്ചക്കറിയിലെ കൊണ്ട് അരിഞ്ഞിട്ട് ഒരു തീയലുണ്ടാക്കി തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട്, പിന്നെ ഒരു തോരനും, പിന്നെ അവയില് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. പിന്നെ ചമ്മന്തി നിർബന്ധമാണോ? അപ്പൊ നല്ലൊരു തേങ്ങ ചമ്മന്തി ഇങ്ങനെ മാങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഈ അവിയല് പച്ചടി കിച്ചടി ഒന്നും വേണ്ടേ? അതൊന്നും വേണ്ട. സദ്യ വിളമ്പി തരാം. അമ്മ ഞാനെന്നാ പോയി മറ്റേ കാര്യമൊക്കെ നോക്കട്ടാ. അതന്നെ. അല്ല നമ്മള് ഇങ്ങനെ ബോർഡ് അല്ല പറയാല്ലേ ലച്ചു? എന്താണ് പേരിന്റെ? ഞാൻ പറഞ്ഞ പേരിനെ പറ്റിയാണ് അവിടെ ചർച്ച ചെയ്തോണ്ടിരുന്നത്. അല്ല അത് വേറൊന്നുമല്ല, ഈ ലച്ചു മറച്ചു വെച്ചിട്ട് ഉള്ള കാര്യം പറയണ്ടേ ആരോടാണെങ്കിലും? എന്താണ്? അതാ പറയാം. അത് ലച്ചു പറയാ, ഇവിടെ എന്ത് നമ്മൾ തുടങ്ങിയാലും ബാലു ആണല്ലോ പേര് കണ്ടുപിടിക്കുന്നത്. അതെ അതെ. അപ്പൊ അത് നല്ല പേര്, കറക്റ്റ് പേര് തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യും കേട്ടോ. അത് തന്നെ നമ്മൾ ഇടുകയും ചെയ്യും. പക്ഷെ ഒരു കുഴപ്പമെന്നു വെച്ചാ ഒന്നും ശോഭിക്കുകയില്ല, ഒരു എഴുന്നേറ്റം പിടിക്കുകയില്ല. ആര് പറഞ്ഞു? മക്കളെ പറഞ്ഞു ശരിയാണോ? മക്കളെ അച്ഛൻ പേരിട്ടാ ശോഭിക്കൂല, എഴുന്നേറ്റം പിടിക്കൂല അച്ഛൻ പറയണില്ല. അത് പറയാനുള്ളത് എനിക്ക് പറ്റൂല. പക്ഷേ മകൾക്ക് പേരിട്ട അച്ഛനാണ് ലക്ഷ്മി ബാലേന്ദ്രൻ തമ്പി. ശോഭിക്കുന്നില്ല ഇപ്പൊ. എടി കുഴിപ്പള്ളംകാരി ലച്ചു, ലച്ചുവേ. അച്ഛ അതെന്താന്ന് വെച്ചാലേ അച്ഛൻ പേരിട്ടൊക്കെ പൂട്ടിപ്പോയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വെറും അന്ധവിശ്വാസമാണ് മക്കളെ. അല്ലേ? കറക്റ്റ്. ഒരാളൊരു പേരിട്ട് അത് നല്ലെങ്കിൽ അതങ്ങ് സ്വീകരിക്കണം. അത്ര തന്നെ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തിനു വെറുതെ റിസ്ക് എടുക്കണം? നമുക്ക് വേറെ നല്ല പേര് കണ്ടുപിടിക്കാം. നിനക്ക് ഞാൻ വണ്ടിയല്ല കേട്ടാ, ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ അടുക്കളയിൽ പോവാം. പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചോറും കറിയൊക്കെ വെച്ച് ഞാൻ അടുക്കളയിൽ തന്നെ അങ്ങ് ഒതുങ്ങി കൂടാം. നിങ്ങൾ ഡാൻസ് ക്ലാസ് തുടങ്ങി നല്ല പേര് കണ്ടുപിടിച്ച് ബോർഡ് വെക്കേ എന്ത് വേണം ചെയ്താ. പക്ഷേ അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവും, നന്നായി വരും. കുറേ പിള്ളേരും കുട്ടികളായിട്ട് ഈ നൃത്ത വിദ്യാലയം അങ്ങനെ പോവും കേട്ടാ. നന്നായി വാ, എല്ലാവരും നന്നായി വാ. വാ. ഉറപ്പ് പോയി, എല്ലാം പോയി. ഇനി നമ്മൾ ആ പേരിട്ടിട്ടും കാര്യമില്ല, ആ പേര് രണ്ടിട്ടും കാര്യമില്ല. എന്താണോ പറഞ്ഞത് അത് തന്നെ ഇടണം നല്ലത്. എന്തെങ്കിലും ആവട്ടെ നോക്ക്, കാര്യമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ പ്രാഗ് നമ്മളെ നശിപ്പിച്ചാൽ മതി. അളിയൻ പറഞ്ഞ പേര് കൊള്ളാം, അത് തന്നെ നല്ലത്. എണീക്കടാ, എന്തിനാ എണീക്കണേ? പോയി അടുക്കള പോയി പണിയടാ. എന്റെ വണ്ടി വണ്ടിയാ? കഷ്ടം.